ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോക്രോച്ചുകൾ വിജയിച്ചു, ചാണകങ്ങൾ തോറ്റു. പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ പ്രഖ്യാപിച്ചു, പാറ്റകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. എന്നിട്ടും ചില ചാണകങ്ങളുടെ കരച്ചിൽ നിലയ്ക്കുന്നില്ല. വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കരച്ചിലുകൾ നമുക്ക് കാണാം. ആദ്യത്തത് നമ്മുടെ കെ ഫാമിലിയിലെ കൃഷ്ണകുമാർ. ആദ്യം കുറച്ച് പിള്ളേരോട് വന്നു, കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞ്, പാറ്റ പാർട്ടി എന്ന് പറഞ്ഞ് കുറച്ച് പേര് വരുന്നു. അവർ പറയുന്നു നീറ്റാണ് വിഷയം. അവിടെ തന്നെ പത്രക്കാർ കഴിയുമ്പോൾ നീറ്റ് മാറി, കുറച്ച് കഴിയുമ്പോൾ രാം മന്ദിറായി, കുറച്ച് കഴിയുമ്പോൾ RSS ആയി, കുറച്ച് കഴിയുമ്പോൾ BJP ആയി, കുറച്ച് കഴിഞ്ഞ് പറയുന്നു പ്രധാൻ മാത്രം പോരാ, പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്തതും പ്രധാനമന്ത്രി രാജിവെക്കണം. ஆனால் ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരുടെ സമരത്തിന് വേണ്ടിയിട്ട് അവിടെ തടിച്ചുകൂടിയ ആളുകളല്ല. അവിടുത്തെ വാർത്തകൾ കണ്ടിട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, എക്സ് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവിടെ നടക്കുന്ന പച്ചയായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വന്ന ആളുകളാണ് ഭൂരിഭാഗം അവിടെ ഉള്ളത്. എന്നാൽ ഈ വരുന്നവരെല്ലാവരും ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. പല ഉദ്ദേശങ്ങളോടുകൂടി അവിടെ വരുന്ന ആളുകളുണ്ട്. ഈ സമരത്തെ, ഈ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, ഇതിനകത്തൊരു വയലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് ഞൂഴ്ന്ന് കയറുന്നവന്മാരുണ്ട്. അവന്മാരുടെ ഏതെങ്കിലും ഒരു ആശയം ഇതിൻ്റെ ഇടയെ കൂടെ തിരികെ കയറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്മാരുടെ ഏതെങ്കിലും ഒരു ആവശ്യവും കൂടി ഇതിനകത്തൂടെ അങ്ങ് പോന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്നും പറഞ്ഞ് അത് മുതലെടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. രാഷ്ട്രീയപരമായി ഈ സമരത്തെ പിന്താങ്ങി അവരുടെ പാർട്ടി വളർത്താൻ, അവർക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ. ഇതും പോരാഞ്ഞിട്ട് റീൽസിന് വ്യൂസ് കുറയാന്നും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ജെൻസി പിള്ളേരുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ വരുന്നവരെല്ലാവരും വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീറ്റ് എക്സാം സുതാര്യമായിട്ട് സമാധാനപരമായി നടക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, പലതരത്തിലുള്ള ചിന്താഗതികളുള്ള, പല മതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പോലീസ് അടിച്ചാൽ നിന്നടികൊള്ളുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ് പല വീഡിയോസിൽ. പോലീസ് അടിച്ചപ്പോൾ തിരിച്ചടിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. ഇനി എനിക്ക് തോന്നിയ വേറൊരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഈ സമരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ഞൂഴ്ന്ന് കയറിയവന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരാണിപ്പോൾ അണ്ണൻ പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥികൾ എന്തൊക്കെ ആവശ്യങ്ങളാണോ പറഞ്ഞത് അത് കൃത്യമായി എഴുതി നിവേദനം JP നദ്ദയുടെ കൊടുത്തിട്ടുള്ളതാ. അവരതിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ മാറിയിട്ടില്ല. പ്രധാനമന്ത്രി വരെ സമ്മതിച്ചടേ. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ചാണകരൂപികൾക്ക് അത് സമ്മതിക്കാൻ വയ്യ. എന്തുകൊണ്ട്? ചാണകം ദഹിക്കുന്നില്ലേ എണ്ണ? അപ്പോ ഒരാളെ ഇവരുടെ പ്രശ്നത്തിൽ മാറ്റിക്കൊടുത്താൽ പിന്നെ അടുത്ത ഡിമാൻഡോട്ട് വരും, അടുത്ത ഡിമാൻഡായിട്ട് വരും. ഇല്ല, സിനിമയ്ക്കകത്ത് പറയുന്നതിന് വിട്ട് ഇത് നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല, ആരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ള പൈസ വെച്ചിട്ടല്ല ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പൈസ വെച്ചിട്ട് തന്നെയാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പ്രതികരിച്ച് മുന്നോട്ട് വരും, ഇനിയും വരും. ഇതൊരു തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി. എണ്ണ ഇയാടെ പറച്ചിലെടുത്തൊന്നുവേ ഒരെണ്ണം ഞങ്ങൾ ഡിമാൻഡുകൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, ഇനി ഡിമാൻഡായിട്ട് ഇങ്ങോട്ടൊന്നും വന്നേക്കില്ല. ഇതെന്താണ്? കുടുംബ പ്രശ്നമാണ് ഇങ്ങനെ ഇങ്ങനെ ഇയാടൊക്കെ പറച്ചിലെടുത്തൊന്നും. നമ്മളാണ് ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഔദാര്യം പോലെ. ഇനി ഡിമാൻഡ് ഒന്നും ഇവിടെ പറ്റൂല കേട്ടോ. ആ സെറ്റപ്പില പറയുന്നത്. അണ്ണാ, കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞ് ഇനിയെങ്കിലും ആ കുഴിയിൽ നിന്ന് എണീറ്റ് വാ. ചാണകം പൊതിയ തലച്ചോറിന് ഇച്ചിരിയെങ്കിലും ഭാഗം തെളിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചിന്തിക്ക്, അപ്പൊ മനസ്സിലാവും. ഇത് പ്രതിഷേധിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. പ്രതിഷേധിക്കണം. കാരണം വെച്ചാൽ പ്രതിപക്ഷം കൂടി ശക്തമല്ലെങ്കിൽ ഭരണപക്ഷം ഫെയിലിയറായി പോകും. അതിനോടൊക്കെ നമുക്ക് പൂർണ്ണ യോജിപ്പാണ്. പക്ഷെ പ്രതിഷേധം റൂട്ട് മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇന്നൊക്കെ റൂട്ട് മാറിയതാണോ അതോ മാറ്റിയതാണോ? എൻ്റെ കഴിഞ്ഞ വീഡിയോ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ ഇവർ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു, ഏതൊക്കെ നറേഷൻസ് മതം കുത്തിക്കലർത്താൻ ശ്രമിച്ചു, ഏതൊക്കെ സംഘടനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന തരത്തിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ വീഡിയോക്കകത്ത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് അത് കാണണം. ഒരു പകുതി തൊട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് ഈ ഒരു സമരത്തിന്റെ റൂട്ട് മാറ്റി ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത് നിങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ്. ഇതിന് റൂട്ട് മാറിപ്പോയാൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുന്ന ആർക്കാണ്? നിങ്ങൾക്കാണ്. അതുകൊണ്ട് റൂട്ട് മാറ്റാൻ ശ്രമിച്ചതാരാണ്?
നിങ്ങളാണ്. ഈ പ്രതിഷേധമായിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തികളുടെയും, അവരുടെ പ്രതിനിധികളായിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തികളുടെയും റൂട്ട് മാറിയിട്ടില്ല. അവരുടെ നിലപാട് തുടങ്ങിയ സമയത്തും ഇത് തീർന്ന സമയത്തും അത് തന്നെയായിരുന്നു. അവിടെ വന്ന ആളുകൾ പലതരത്തിൽ റൂട്ട് മാറ്റാൻ ശ്രമിച്ചു, പല രീതിയിൽ റൂട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അത് ആരൊക്കെ ആയിരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. അവന്മാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. ചിലപ്പോൾ സ്വന്തം കൂട്ടർ തന്നെ വിട്ടുപോകും. ഓക്കെ, ഇവിടെ പ്രമുഖ ചാനൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, വലിയൊരു കോൺട്രവേഴ്സി ആയിരിക്കും. അവിടെ വന്ന് അതായത് ഖുറാനെ വെച്ചിട്ട് അതിലൊരു പോയിന്റ് വെച്ചിട്ട് ഇത്രാം തീയതി ഈ മദ്രസ പോകും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത് അല്ല വിത്ത് വീഡിയോ. അവിടെയാണ് എൻ്റെ നറേറ്റീവ് മാറുന്നത്. നിങ്ങളുടെ കണ്ണിൽ ഇതൊക്കെ പെടുത്തുകളല്ലോ. ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ 100 സാധനങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 1000കണക്കിന് സാധനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ കണ്ണിൽ പെടില്ല. ഇതിനെ എതിർക്കാൻ ഏതൊക്കെ സാധനങ്ങൾ എവിടൊക്കെ ഉണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ അവിടുന്ന് ചൂഴ്ന്നെടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ കാണും. അതാണ് നിങ്ങളുടെയൊക്കെ കണ്ണിന്റെ കുഴപ്പം, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പാകത്തിന് ഏതെങ്കിലും അലവലാദികളുടെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ അത് നിങ്ങൾ നല്ല രീതിയിൽ PR വർക്ക് നടത്തി പ്രൊമോട്ട് ചെയ്യുമെന്നും അത് കൊട്ടി ആഘോഷിക്കുമെന്നും നല്ല രീതിയിൽ നമുക്കറിയാം. ഇയാൾ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ഒരു നാറി ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഡൽഹിയിൽ. മലയാളി ആയതിന്റെ പേരിൽ മനോരമ ന്യൂസുകാർ പോയി ഇവന്റെ ബൈറ്റ് എടുത്തു. അന്നേരം ഇവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് അണ്ണൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യം ഞാനൊന്ന് വെക്കാം. അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെ 7ാമത്തെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, and that's deeply connected to Islam, even Solomon Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. ഇവനെ പോലെ മതഭ്രാന്ത് പിടിച്ചവന്മാര് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല ചിന്താഗതികൾ, പല മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളും ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഇവന്മാരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒരുപോലാണോ? ഒരിക്കലും അല്ല. അവന്മാർക്ക് തോന്നുന്ന പോലാണ് ചിന്തിച്ചു വെക്കണത്. ഇവൻ ചിന്തിച്ചത് ഈ രീതിയിലാണ്. യവന്റെ ആ തൊലിഞ്ഞ കണ്ണുകൊണ്ട് എന്തൊക്കെ കണ്ടാലും അവൻ ആ രീതിയിൽ അത് കാണാൻ പറ്റത്തുള്ളൂ. 1-2 ആഴ്ചക്ക് മുമ്പ് ഒരുത്തൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ, നോർത്ത് ഇന്ത്യയാണ് സംഭവം, ഫ്രിഡ്ജ് തുറന്നപ്പം അതിനകത്ത് ഐസ് കട്ട പിടിച്ചിരിക്കുമല്ലോ. നമ്മൾ കുറെ നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് കുറെ കാലം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഐസ് കട്ട പിടിച്ചിരിക്കുമല്ലോ. ഒരു സമയം ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്റർ തുറന്ന സമയത്ത് ഐസ് ആണ് ഇങ്ങനെ നിൽക്കുന്നു ഈ രീതിയിൽ. ഏതാണ്ട് ഒരു ശിവലിംഗത്തിന്റെ രൂപം. നമുക്കത് കണ്ട ശിവലിംഗമാണെന്ന് തോന്നുന്നില്ല. ശിവലിംഗം ഏത് രൂപമാണ്? അന്നേരം പിന്നെ എന്ത് കൂന കണ്ടാലും ശിവലിംഗമായിട്ട് തോന്നണമല്ലോ. അപ്പോഴത്തേക്ക് അവൻ ആ ഫ്രിഡ്ജ് വെച്ചങ്ങ് പൂജ തുടങ്ങി. അയ്യോ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട്, ഫ്രിഡ്ജിനകത്ത് ശിവലിംഗം എന്നും പറഞ്ഞിട്ട് നാട്ടിലുള്ള വിവരദോഷികളും കൂട്ടിനും കൂടി. ഏതാണ്ട് ശിവൻ അറിയുന്നുണ്ടോ ഇത് ശിവലിംഗം, ആ ഫ്രിഡ്ജിനകത്ത് ശിവലിംഗമാണെന്ന്. ഐസ് അതാണ് എങ്ങനെ എന്തോ കാരണത്തിൽ ഐസ് ഇങ്ങനെ ഒന്ന് വന്നടേ. അതുപോലാണ് ഇവന്റെ കാര്യം പറയുന്നത്. യവനൊക്കെ എന്ത് കണ്ടാലും അതിനെ ഈ ഒരു മതവാണ കണ്ണിലൂടെ നോക്കത്തോളൂ. യവൻ ഈ പ്രൊട്ടസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ചെന്നവനാണെന്നും പറഞ്ഞ് ഇവൻ ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സമരം നടത്താൻ ചെന്നവനായിട്ടൊന്നും ഇവനെ കണക്കാക്കാൻ പറ്റൂല. യവന്റെ ഉദ്ദേശം വേറെയാ. അതുകൊണ്ട് ഈ ഒരു സമരവും ഇവനുമായിട്ട് കണക്ട് ചെയ്ത് പറയാനേ പറ്റത്തില്ല. അപ്പം KK അണ്ണന്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ളവന്മാരെ കൂട്ടുപിടിച്ചിട്ട് ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഉദ്ദേശം ഇതായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ആ ഒരു നറേഷൻ ഉണ്ടല്ലോ, അതങ്ങ് പള്ളി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ പറഞ്ഞു പോയി അമ്പലത്തിൽ പോയി ദൈവത്തിനൊന്നും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കാരണമാണ് ഈ ദൈവങ്ങൾക്ക്, ഹിന്ദു ദൈവങ്ങൾക്ക് ഇത്രമാത്രം ഹേറ്റ് കിട്ടുന്നത്. അപ്പൊ ഇവരുടെ ആവശ്യം നീറ്റ് എക്സാം അല്ല, ഇതുപോലുള്ള കാരണങ്ങളാണ്. ഇപ്പൊ ഇവൻ ഈ ഛർദ്ദിച്ച കാര്യമുണ്ടല്ലോ, ഇതുപോലുള്ളതാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ അത് നിങ്ങളെപ്പോലുള്ള ഒരു ചാണകത്തിനെ പറ്റൂ. പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ CJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള മുഴുവൻ പൊളിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ആരെയാണ് കണക്ട് ചെയ്യുന്നത്? ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഒരു നേതാവ് ഇത് കഴിഞ്ഞിട്ട് ചൈനീസ് എംബസി കയറി പോകുന്നു. ഇതെല്ലാം നമ്മൾ വീഡിയോ കാണുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവർക്ക് ഇതിൽ എത്ര പേര് നീറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കേസ് CBI അന്വേഷിച്ചു, ഇതിന് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, എല്ലാ നടപടികളും എടുത്തിരിക്കുകയാണ്. ഈ പരീക്ഷ 2ാമത് നടത്തി, എൻ്റെ അറിവ് ശരി 10-15 ലക്ഷം പേര് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ നടന്നിരിക്കുന്നു. ഇപ്പൊ ആക്ഷൻ ടേക്കൺ എന്നൊരു സംഭവം വന്നിരിക്കുകയാണ്. എന്നിട്ടും ഇനി എന്താണ് ഇവർ എന്തിനാണ് സമരം ചെയ്യുന്നത്? ആക്ഷൻ ടേക്കൺ എന്നിട്ടും എന്തിനാണ് സമരം ചെയ്യുന്നത് അറിയത്തില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു പൗരൻ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം. ഞാൻ ആദ്യം ഒരു വീഡിയോ വെക്കാം. രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ആയതിന്റെ പേരിൽ ഇനി ക്രെഡിബിലിറ്റി ഇല്ലാതൊന്നും പറയണ്ട, ഉള്ളത് തന്നെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ഹൈ ടെക്നോളജി ഇൻ ഇന്ത്യ ഇസ് ബീയിങ് യൂസ്ഡ് ഫോർ പേപ്പർ ലീക്സ്. യു कैन सी इंटरनेट पे, टेलीग्राम पे, सिग्नल पे आपको पेपर मिल जाएगा. अगर आपके पास करोड़ों रुपए हैं
आप मेन्यू कार्ड पे चुनो कौन सा एग्जाम ले रहे हो, IIT ले रहे हो, उत्तराखंड का पटवारी वाला ले रहे हो, 15 लाख रुपए ट्रांसफर करो, आपके फोन पे आपको पेपर मिल जाएगा। ये हिंदुस्तान के एजुकेशन सिस्टम की हालत है और ये जो चीज है ये बढ़ती जा रही है। ये जो पेपर लीक है ये बढ़ता जा रहा है। 7.5 करोड़ स्टूडेंट्स को पिछले 10 साल में पेपर लीक ने डैमेज किया है। नंबर फिर से सुन लीजिए, 7.5 करोड़ युवाओं को पेपर लीक से नुकसान हुआ है। 152 लीक्स हुई हैं। 152 लीक मतलब पिछले 10 साल में हर महीने एक पेपर लीक हुआ है और रियलिटी है कि कन्विक्शन रेट 0। इस काम के लिए एक भी व्यक्ति जेल में नहीं गया है, एक व्यक्ति को सजा नहीं मिली है। ये यहाँ पे हमने आइसबर्ग बनाया है। आइसबर्ग में 10% समुद्र के बाहर दिखता है, 90% समुद्र के नीचे होता है। जो हमारा पेपर लीक का सिस्टम है वो आइसबर्ग जैसा है, हमें सिर्फ ऊपर की नोक दिख रही है। ये जो 152 नंबर है और ये 7.5 करोड़ जो स्टूडेंट्स हैं, ये सिर्फ 10% आइसबर्ग का टिप है। सच्चाई ये है कि हमें मालूम नहीं कितने पेपर लीक होते हैं, क्योंकि हमें मालूम नहीं कितने नहीं पकड़े जाते, और ये हिंदुस्तान के युवाओं के फ्यूचर के लिए सेंट्रल इशू है। പറഞ്ഞത് മനസ്സിലാവാനുള്ള വിവരവും ബോധമോ ചാണകങ്ങൾ കൊണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പം വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞുതരാം പുള്ളി എന്താ പറഞ്ഞതെന്ന്. ലാസ്റ്റ് 10 കൊല്ലത്തിനിടയിൽ 152 തവണയാണ് പേപ്പർ ലീക്ക് പിടിച്ചത്. 7.5 കോടി കുട്ടികളെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോലും നമ്മുടെ ഗവൺമെന്റിന് ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ 152 എന്ന് പറയുന്ന പേപ്പർ ലീക്കിന്റെ കണക്ക് അത് പിടിച്ച കണക്കാണേ. പിടിക്കാത്ത കണക്ക് എന്തോരം ഉണ്ടാവും. ചിലപ്പോൾ 100 1000 തവണ പേപ്പർ ലീക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഒരുത്തനെ പിടിക്കുന്നത്. അതുകൊണ്ട് ഈ 152 എന്ന് പറയുന്നത് ഒരു ഐസ്ബർഗിന്റെ മുകൾ ഭാഗം മാത്രമാണ്. താപ്പോട്ടുള്ളത് എത്രമാത്രം ഉണ്ടെന്ന് നോ ഐഡിയ. പിടികിട്ടിയ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനല്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കോൺഗ്രസ് ഭരിച്ച സമയത്തും 2004 തൊട്ട് 2014 വരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്തും പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കോൺഗ്രസിനേക്കാൾ കൂടുതൽ എത്രയോ ടൈംസ് കൂടുതലാണ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് 2020 തൊട്ട് 2024 വരെയുള്ള കാലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ തവണ കൂടിയിരിക്കുകയാണ്. 2-3 ടൈംസ് കൂടിയിരിക്കുകയാണ് മുൻ വർഷത്തേക്കാൾ കൂടുതൽ ലീക്കുകൾ. ഇതിനകത്ത് ഒരാളെങ്കിലും നമ്മുടെ സർക്കാരിന് ശിക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ കെ എണ്ണം പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിച്ചേനെ. CBI അന്വേഷണം നടത്തുന്നു, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ വലിയ വായിൽ തട്ടിവിടുന്നുണ്ടല്ലോ. ആ അണ്ണന് അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്ത്യയിൽ പേപ്പർ ലീക്ക് നടക്കുന്നത് ആദ്യമായിട്ടല്ല, അത് മനസ്സിലായല്ലോ. അപ്പം CBI അന്വേഷണം വരുന്നതും ആദ്യമായിട്ടല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2024 മെയ് 5 നമ്മുടെ നീറ്റിന്റെ UG എക്സാം നടന്നത്. ഈ പരീക്ഷയ്ക്ക് പിന്നാലെ ബീഹാറിൽ പേപ്പർ ലീക്ക് നടന്നതായിട്ടും അതിന്റെ പിന്നിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായിട്ടും അവർ കണ്ടെത്തി. അന്വേഷണത്തിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ച് പല വിദ്യാർത്ഥികൾക്കും വലിയ തുകയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റതായിട്ടും കണ്ടെത്തി. ഇത് ഇന്ത്യ മൊത്തത്തിൽ വിവാദമായ സമയത്ത് 2024 ജൂണിൽ കേന്ദ്ര സർക്കാർ CBI അന്വേഷണം ഉത്തരവിട്ടു. ഓക്കെ, 2024 CBI അന്വേഷണം നമുക്ക് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ. ഓക്കെ, അന്വേഷിക്കുമല്ലേ CBI അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പറയാം എന്തൊക്കെയാണെന്ന്. ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരത് കണ്ടെത്തി. ചോദ്യ പേപ്പർ ചോർന്നിരിക്കുന്നു. ചോർച്ച നടത്തിയതിന് തെളിവുമുണ്ട്, അതും കണ്ടെത്തി. കുറെ ആളുകൾക്ക് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്ന് അവർ കണ്ടെത്തി. പക്ഷെ എന്നാൽ രാജ്യത്തിൽ മൊത്തത്തിലാണല്ലോ എക്സാം നടക്കുന്നത്. അതിന് മൊത്തത്തിൽ തകിടം മറിക്കുന്ന തരത്തിൽ ഒരു ഫെയിലിയർ നടന്നതായിട്ട് തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ എക്സാം ഇവർ റീ എക്സാം നടത്തിയിട്ടില്ല. അത് വേറെ കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർ ലോട്ടറി അടിച്ചു, അത് വെച്ച് എക്സാം എഴുതി, അവർ രക്ഷപ്പെട്ടു. CBI 45 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു, നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിന് ട്രയൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. CBI അന്വേഷണം ജൂണിൽ തുടങ്ങിയത് 2024 ഇതുവരെ ട്രയൽ ആരംഭിച്ചിട്ടില്ല. കേൾക്കണം ഇപ്പം ഇതിൽ പറയണ്ടോ? ഈ സിസ്റ്റത്തിൽ ഇനിയും കുട്ടികൾ വിശ്വസിക്കണോ? അതോ ഈ ട്രയൽ തീരുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കണോ? പേപ്പർ ലീക്കാവില്ല. ഇതിന് ശേഷം എത്ര പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്? ധാരണ വല്ലതും ഉണ്ടോ? അതാ പറഞ്ഞത്. അപ്പോൾ ഒരു CBI അന്വേഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർ തുണി നോക്കി കാണിക്കും. CBI അന്വേഷണമൊക്കെ അവർ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എല്ലാ തെളിവുകളും ഉണ്ട്. പേപ്പർ ലീക്കായെന്ന് കണ്ടെത്തി. എന്ത് നടപടി? മാങ്ങാത്തൊലി. ഒരു കോപ്പും നടന്നില്ല, പിന്നെ ലീക്കാവുന്നു. ഇനി ഇതിനകത്ത് കിങ് പിന്നായിട്ട് വിചാരിച്ചു വെച്ച ഒരു വ്യക്തിയുണ്ട്, സഞ്ജീവ് മുഖ്യ എന്ന് പറയുന്നത്. ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനാണ് ഈ ഒരു പേപ്പർ ലീക്കിന്റെ കിങ് പിന്നായിട്ട് ഇവരെല്ലാം കരുതിയിരുന്നത്. ഈ ഒരു എക്സാം മാത്രമല്ല, ഇതിനു മുമ്പ് ബീഹാറിൽ നടന്ന പല എക്സാമിന്റെയും ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവന്റെ പേരിൽ നല്ല ചോദ്യപേപ്പർ ചോർച്ച ഹിസ്റ്ററി ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ ബീഹാർ പോലീസും CBI ഒക്കെ ഇവനാണ് പ്രധാന പ്രതി എന്നുള്ള രീതിയിലാണ് അന്വേഷിച്ചത്. അങ്ങനെ ഇവനെ
അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചില സാക്ഷികളുടെ വെളിപ്പെടുത്തലുകൾ, പിന്നെ ഇവന്റെ കേസ്, മുമ്പുള്ള കേസ് ഹിസ്റ്ററി, ഇതിന്റെയൊക്കെ ബേസിസിലാണ് ഇവൻ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBIയുടെ നിയമപ്രകാരം അവർക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ ഇവനെതിരെ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കി നൽകാൻ CBIക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഓട്ടോമാറ്റിക്കലി ഇവന് ജാമ്യം കിട്ടി. CBI ഇവന് ക്ലീൻ ചീറ്റ് നൽകി. ഇവൻ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് വെറുതെ വിട്ടു. കാര്യം ഇവനെതിരെ ഒരു തെളിവും CBIക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. CBI മൊത്തം 5 ചാർജ് ഷീറ്റാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് പോലും ഇവന്റെ പേര് ഉൾപ്പെടുത്താൻ CBIക്ക് പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. കുറെ ആളുകൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, ട്രയൽ വരെ തുടങ്ങിയിട്ടില്ല. ആൻഡ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് കണ്ടെത്തി. ഇതൊരു സിസ്റ്റമിക് ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തരത്തിൽ ഇതൊരു ചോർന്നിട്ടില്ലാത്തതിന്റെ പേരിൽ സുപ്രീം കോടതി ആ ഒരു പരീക്ഷ പിന്നെയും നടത്തണ്ട എന്നാണ് പറഞ്ഞത്. ഇത് വലിയ രീതിയിൽ ചോർന്നിട്ടില്ലല്ലോ, അഡ്വാൻറ്റേജ് ലഭിച്ച കുട്ടികൾ എല്ലാവർക്കും ലഭിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് വിട്ടു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ CBI അന്വേഷണവും ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ ഒക്കെ അവസ്ഥ. അപ്പൊ CBI അന്വേഷിച്ചെന്നും പറഞ്ഞ് ഇവിടെ ഒരു ലവടാക്കുറ്റിയും നടക്കാൻ പോണില്ല. അതാദ്യം അണ്ണൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം CBI അന്വേഷിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് വരുന്ന സംഘിക്കുട്ടന്മാരുടെ അടുത്ത്, ചാണകങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ഇനി നടക്കൂല. ഇതും പറഞ്ഞിട്ട് കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ പറ്റൂല. ഇവരെല്ലാം ഒട്ടും ആക്ഷനൊക്കെ എടുക്കും, പക്ഷെ ആക്ഷനിൽ ഒരു കാര്യമില്ല, കഴമ്പില്ല. ഒരാളെ പോലും നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തോ മൂഞ്ചാനായിരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികൾ ഇറങ്ങിയത്. മനസ്സിലായോ? ഇയാളുടെ കുടുംബം മൊത്തം ഇത് തന്നെ അവസ്ഥ. ഇയാളുടെ ഭാര്യ ഉണ്ടല്ലോ, സിന്ധു കൃഷ്ണ, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ 1-2 സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടു. അത് പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്നല്ലോ, പ്രഹ്ലാദ് ജോഷി. ഇയാളൊരു നല്ല 1-ാം തരം ആർസുകാരൻ. ഇങ്ങനെ മറ്റേ ദണ്ടൊക്കെ പിടിച്ചുകൊണ്ട് നിക്കറൊക്കെ ഇട്ടുണ്ട്, മറ്റേ അവരുടെ പരിപാടി പോകല്ലോ, അതിന്റെ ഒരു ഫോട്ടോ ഇവർ ഷെയർ ചെയ്തിട്ട് ന്യൂ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദക്കുള്ള ഫോട്ടോ പോലും ഷെയർ ചെയ്യുന്നില്ല. അതിനകത്ത് തന്നെ ആ ഷെയർ ചെയ്യുന്ന ഫോട്ടോയ്ക്കകത്ത് തന്നെ ഇവർ ഇയാളൊരു ഇതാണ് എന്ന് അറിയിക്കണം. ഇല്ല കുട്ടി നിക്കറൊക്കെ ഇട്ടിട്ട് മറ്റേ ദണ്ടൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യും, ഇതാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. എന്ത് ഇവരോടൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവർക്കൊക്കെ. അതുപോലെ തന്നെ ഇതുപോലെ ഒരു പോലീസുകാരന്റെ ചിത്രം ഷെയർ ചെയ്തിട്ട് ഇതാണ് അതിന്റെ അടിയിലത്തെ ക്യാപ്ഷൻ. പുള്ളിക്കാർ കൊടുത്ത റീലിനകത്തുള്ള ക്യാപ്ഷൻ ആയിരുന്നു, ടു ഓൾ ദ ഓഫീസേഴ്സ് ഇൻ യൂണിഫോം, സോറി ഫ്രം സൊസൈറ്റി. ഈ പോലീസുകാരന്റെ തലവെട്ടി ബ്ലഡ് അതിനകത്ത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്രയും മറച്ചു പിടിച്ചത്. ബ്ലഡ് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് ഇതും നമ്മുടെ ചേച്ചി സിന്ധു ആൻറ്റി ഷെയർ ചെയ്ത ഒരു റീലാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോലീസുകാർക്ക് മാത്രമാണോ അടി കിട്ടിയത്? പോലീസുകാരുടെ മാത്രം തലയാണോ പൊട്ടിയത്? അവർക്ക് കിട്ടിയ അടിയേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി ICUലാണ്, ഒരു പയ്യന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഗണ്ണ് വെച്ചുള്ള പെല്ലറ്റിന്റെ അടി കിട്ടിയിട്ട്. എത്രയോ പേരുടെ തല പൊട്ടി. ഓരോ വീഡിയോസ് ഒക്കെ കാണണം, നമുക്ക് സോഷ്യൽ മീഡിയ ഇടാൻ പറ്റൂല, കമ്മ്യൂണിറ്റി കിട്ടും. കാര്യം അത്രയും മോശം ആയിട്ടുള്ള രീതിയിലുള്ള മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അത്രയും ബ്രൂട്ടലായിട്ടുള്ള, ഒന്നും ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകളെ, പിഞ്ചു പിള്ളാരെ വരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതിന്റെ പേരും പറഞ്ഞിട്ട്. അതൊന്നും ഇവരുടെ കണ്ണിൽ പെടില്ല. നമുക്ക് 2 കണ്ണുണ്ടായിട്ട് ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രത്യേകത. കണ്ണിന്റെ ഒരു ഭാഗം ചാണകം വെച്ച് കെട്ടിയടച്ചേക്കാന്ന് തോന്നുന്നു. വല്ലാത്തൊരു കഴിവ് തന്നെ ഇവർക്ക്, വല്ലാത്തൊരു കഴിവ് തന്നെ. ഇവരുടെ ഫാമിലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച്, സ്വന്തം കഴിവുകൊണ്ട് പഠിച്ച്, കോപ്പി അടിച്ച് കഴിച്ചുള്ള കാര്യമല്ല, ഒന്നും കഴിവുകൊണ്ട് പഠിച്ച്, അല്ലെങ്കിൽ ഒരു മെറിറ്റിൽ അഡ്മിഷൻ മേടിച്ച് ആരെങ്കിലും ഉണ്ടോ തോന്നണില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറയൂ. പണ്ട് ഏതോ ഒരു വീഡിയോയിൽ ദിയ കൃഷ്ണ ഒന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലെന്ന്. നമുക്ക് മനസ്സിലാക്കാം, എല്ലാ കുട്ടികളും ഒരുപോലെ ബ്രില്യൻ്റ് ആവണമെന്നൊന്നുമില്ല. ചിലവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാവും, ചിലവർക്ക് പഠിക്കാൻ അത്ര ബുദ്ധി ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ പൈതൃകം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് അത് വെച്ച് അവകാശപ്പെടാനും പറ്റത്തില്ല. എന്തെങ്കിലും ബുദ്ധി ഇല്ലെങ്കിൽ ചിലപ്പം മക്കളിലും അത് പ്രതിഫലിക്കും. അതുകൊണ്ട് നമുക്ക് കുട്ടികളെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും പഠിക്കാനുള്ള ബുദ്ധി വേണ്ട, അല്ലാതൊരു സാമൂഹിക ബോധവും വിവരമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഞാനിത് ആരെടുത്ത് പറയണേ? അത് ഇവർക്ക് എന്തിനും വേണ്ടി സാമൂഹിക വിവരം ബോധം. സോറി കേട്ടോ, അറിയാതെ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞു പോയതാ, ക്ഷമിക്കാതെ. നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, ഓക്കെ വിട്. പിന്നെ അല്ലാതെ അപ്പം ഇവരെ പറ്റി അതാണ്. ഇനി വേറൊരു മഹാനോടെ കാണിച്ചു തരാം, TG മോഹൻദാസ്. ഇദ്ദേഹം ഇച്ചിരി വിവരം ബോധമൊക്കെ ഉള്ള മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇന്നലെ അങ്ങനെ ഇട്ട ഒരു വീഡിയോ, എൻ്റെ പൊന്നോഹോ, അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ നോക്കാം. ഈ സമരത്തിൽ ആന്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്കഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാന്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം.
അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. ടി ജി പറയുന്നത് ശരിയായിരിക്കാം. ബേസിക്കലി ഇദ്ദേഹം ഒരു കട്ട സംഖ്യയാണ്. ഓക്കെ, ഭയങ്കര തീവ്ര BJP അനുഭാവിയാണ്. അപ്പം ടി ജി മോഹൻദാസ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം. ഈ സമരത്തിൽ പല രീതിയിലുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കണം, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, അനിവാര്യമാണ് അതൊക്കെ. ഈ ഒരു സ്ഥലം ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വരുന്ന സ്ഥലമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അവിടെ വരാം. വരുന്നത് കുട്ടികളെ പിന്തുണയ്ക്കാൻ വേണ്ടി ആകണമെന്നില്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവന്മാരുണ്ടായിരിക്കാം, ഈ കാര്യം മുതലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല ഉദ്ദേശങ്ങളോട് വന്നവന്മാരുണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഇവന്മാരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഇവന്മാർ ഇത് തന്നെയായിരുന്നു ഇവന്മാരുടെ ഉദ്ദേശം. ഇതിപ്പോൾ എളുപ്പമാണല്ലോ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എല്ലായിടത്തും വീഡിയോസും കാര്യങ്ങളും ഫോട്ടോ എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ആരൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു ഒറ്റയടിക്ക് തൂക്കാം. ഇപ്പോൾ ഒരു കുടക്കയിൽ എല്ലാത്തിനോടെ കിട്ടിയില്ലയോ. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഈ ഒരു സമരം കൊണ്ട് രാജ്യത്തിനുണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറയുന്ന കുറച്ച് കാര്യമാണ് പൊന്നുമോനെ നിങ്ങൾ കേൾക്കേണ്ടത്. പുള്ളി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്തേനെന്ന് കേക്ക്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. എത്ര സിമ്പിളായിട്ടാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞത്. ഇത് റിയൽ പാറ്റകളല്ല ഹേ, ഇങ്ങനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം, നട്ടലുള്ളതും നട്ടലില്ലാത്തതുമായിട്ടുള്ള സെലിബ്രിറ്റീസ് അടക്കം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ യൂത്താണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. അവരാണ് നമ്മുടെ ഫ്യൂച്ചർ. അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, മാങ്ങാത്തൊലി എന്നൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന കാണിയമാണ് നമ്മുടെ TJ അണ്ണൻ പറഞ്ഞത്. പുള്ളി അവിടെ ഉണ്ടായിരുന്ന പുള്ളി ഇങ്ങനെ ചെയ്തേനെന്ന്. ഇത്രയും തീവ്രമായിട്ടുള്ള ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം താനൊരു തീവ്രവാദിയാണെന്ന്. കാര്യം ഈ രീതിയിലുള്ള മൈൻഡ് സെറ്റ് അവരിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ ആന്റി നാഷണൽസിന്റെ കൂട്ടത്തിൽ നിങ്ങളെയും പെടുത്താം. ഈ രീതിയിലാണ് നിങ്ങളുടെയൊക്കെ ചിന്താഗതി പോകുന്നതെങ്കിൽ. ഇനി ഇത് കഴിഞ്ഞ് മോദിയെ ഒന്ന് പൊക്കിയടിക്കുന്നുണ്ട്. മോദി ഭക്തനാണല്ലോ, അപ്പോൾ മോദിയെ പറ്റി പറയുന്നുണ്ട്. മോദിക്ക് ഇതൊക്കെ സിമ്പിളായിരുന്നു, പക്ഷെ മോദി ഇതൊന്നും ചെയ്യാതിരുന്നതാണെന്ന്. ക്ലീൻ അജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപം ഓർത്ത് നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഡൽഹിയിലെ പോലെ ഈ 1.5 സ്ക്വയർ കിലോമീറ്ററിലെ കലാപമായിരുന്നില്ല, ബഹളമായിരുന്നില്ല. 14 ജില്ലകൾ ഗുജറാത്തിലെ. ഓൾ വെയർ റൈറ്റ് അഫക്റ്റഡ്. ഹൂ ഹാൻഡിൽ ദാറ്റ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും ഇല്ലാത്ത നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയാണ് അത് ഹാൻഡിൽ ചെയ്തത്. ഗുജറാത്ത് കലാപത്തെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുന്നത് ആ ഭേദം. അപ്പൊ മോദിജി 14 ജില്ലകളിൽ ഗുജറാത്ത് കലാപം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് ഒറ്റയ്ക്ക് ഒഴിപ്പിച്ചു. അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡൽഹിയിലെ കലാപം അടിച്ചമർത്താനാണ് പുള്ളിക്ക് പാട്. പുള്ളിക്ക് അറിയാം, പുള്ളി അതൊക്കെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇതൊക്കെ വലിയ പഴുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ പുള്ളി വേണ്ടെന്ന് വെച്ചതാണ്. ഞങ്ങൾ ഒരടി പിന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 അടി മുന്നോട്ട് അടിക്കാനാണ് തന്ത്രപരമായിട്ട് മോദി ചെയ്ത പരിപാടിയാണെന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. പൊക്കിയടിച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് റിയാലിറ്റി നോക്കാം. പുള്ളി പറഞ്ഞതിന്റെ റിയാലിറ്റി. അണ്ണൻ പറഞ്ഞ പോലെ ഗുജറാത്തിലെ 14 ജില്ലകളിലെ കലാപം മോദിജി ഒറ്റയ്ക്ക് ഒഴിപ്പിച്ചു. ധാരാവി ഒഴിപ്പിച്ച സെറ്റപ്പിൽ അടിച്ചമർത്തി. ശരി തന്നെ, സമ്മതിക്കുന്നു. അണ്ണന്റെ കണക്ക് പ്രകാരം 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡൽഹിയിലെ സമരം അടിച്ചമർത്താൻ മോദിക്ക് സിമ്പിൾ, പുഷ്പം. പക്ഷെ മോദി അത് ചെയ്തില്ല. എന്തുകൊണ്ട്? അണ്ണൻ ഇല്ലാത്ത ബുദ്ധി മോദിക്കുണ്ട്. കാര്യം എന്താ? സോഷ്യൽ മീഡിയ എത്ര ചുറ്റളവിലാണ് പരന്നു കിടക്കുന്നതെന്നാണ് അതിന് ചിന്തിക്കാൻ പറ്റൂല. ചിന്തിച്ചാൽ കിട്ടൂല. കാരണം ഈ സമരം നടന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അണ്ണൻ പറഞ്ഞ 1.5 കിലോമീറ്റർ ചുറ്റളവിലല്ല, ഇന്ത്യയിൽ മൊത്തത്തിലാണ്. ആ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങൾ വരെ ഈ ലോകം മൊത്തം കാണും. പവർ ഓഫ് സോഷ്യൽ മീഡിയ. അവിടെ തടിച്ചുകൂടിയ ആളുകൾ കുറച്ച് ആയിരങ്ങളെ ഉണ്ടാകത്തുള്ളായിരിക്കും. പക്ഷെ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് മൊത്തമുണ്ട്, ഈ ലോകത്ത് മൊത്തമുണ്ട്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ 14 ജില്ലകളിലുള്ള സമരം അടിച്ചമർത്തുന്ന അത്ര എളുപ്പത്തോടെ ഈ 1.5 കിലോമീറ്റർ അടിച്ചമർത്താൻ വന്നു കഴിഞ്ഞാൽ നിക്കറ് കീറിയാന്. അത് മോദിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവരുടെ താളത്തിനൊത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് കളിക്കുന്ന മോദി നമ്മളിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ മോദിക്ക് മന്ത്രിസഭ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത മന്ത്രിമാർക്ക് ഇനി ഇവിടെ സ്ഥാനമില്ലെന്ന്. എല്ലായിടത്തും പറഞ്ഞേക്കാണ്. ഇൻസ്റ്റാഗ്രാം, നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിക്കോത്. ഇപ്പൊ മോദിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്ക്, ഡെയിലി ഓരോരോ വീഡിയോ വന്നോണ്ടിരിക്കണേ. എന്തിന്? പേടിച്ചിട്ട്. വേറെ വഴിയില്ല.
പിള്ളേരടുത്ത് ഇനി ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പുതിയ പുതിയ വഴികൾ മോദിജി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുജറാത്തിലെ പരിപാടി ഇവിടെ നടക്കില്ലണ്ണ. അടിച്ചമർത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, പക്ഷെ സോഷ്യൽ മീഡിയയുടെ ലിമിറ്റിന് റീച്ചിന് ഒരു പരിധിയില്ല. അത് നിങ്ങൾക്ക് അറിയത്തില്ല, പഠിക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഗുജറാത്തിലെ തെറിപ്പിച്ച കൊട്ടയുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നവന്റെ കൊട്ട തെറിക്കും. ആ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ തന്നു. അപ്പം TG അണ്ണന് മനസ്സിലാവാത്ത കാര്യം മോദിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പുള്ളി ഇപ്പം ഈ പരിപാടിക്ക് നിൽക്കുന്നത്. കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല. അപ്പം ഇതുപോലുള്ള ചാണക ക്യാപ്സ്യൂളുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാം ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കമന്റ് ചെയ്യുക. വേറെ വീട്ടിൽ. അപ്പം ശരി.